കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചു. യോഗത്തിൽ രജിസ്ട്രാർ വിഷയമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, രജിസ്ട്രാർ അനിൽകുമാറിനെ നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി സസ്പെൻഡ് ചെയ്ത വിസിയുടെ നടപടിയൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഹൈക്കോടതി ആ സസ്പെൻഷൻ റദ്ദാക്കിയിട്ടും അത് അനുവദിക്കാത്ത വിസിയുടെ കോടതിക്കെതിരായ നിലപാട് പോലും നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ ആ വിഷയമാണോ സിൻഡിക്കേറ്റ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്? തീർച്ചയായും. അതായത് സിൻഡിക്കേറ്റ് യോഗം രാവിലെ 10:45 സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചിരുന്നു. എന്നാൽ രജിസ്ട്രാറിന്റെ വിഷയം ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അല്പസമയം മുമ്പാണ് രജിസ്ട്രാർ വിഷയം സിൻഡിക്കേറ്റിന്റെ പരിഗണനയിലേക്ക് വരുന്നത്. ഇതിൽ പ്രധാനമായും ഹൈക്കോടതിയിൽ വരെ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ വിഷയം തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താൻ വിസി തയ്യാറായത്. നിലവിൽ ഇപ്പോൾ ഭൂരിപക്ഷം സെനറ്റ് അംഗങ്ങളും ആവശ്യപ്പെടുന്നത് തെറ്റായ രീതിയിൽ വിസി കൈക്കൊണ്ട് നിലപാട് തിരുത്തണം. പ്രത്യേകിച്ചും രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ്. കാരണം സസ്പെൻഷൻ നടപടി റദ്ദാക്കിക്കൊണ്ട് തൊട്ട് പിന്നാലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം വിസിയെ അതേ സ്ഥാനത്ത് തന്നെ പുനർനിയമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനെ ചോദ്യം ചെയ്ത് വിസി പിന്നീട് താൽക്കാലിക രജിസ്ട്രാർമാർക്ക് ചുമതലകൾ നൽകുകയായിരുന്നു. പൂർണ്ണമായും രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ പ്രവർത്തനങ്ങൾ തടയുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. പിന്നീടാണ് രജിസ്ട്രാർക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതും അതിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നതും. എന്തായാലും ഇനിയിപ്പോൾ ഭൂരിപക്ഷ സെനറ്റ് അംഗങ്ങളുടെ അഭിപ്രായം അത് വിസി അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മനു.